പത്രം കത്തിക്കുന്ന, സ്ഥാനാർത്ഥികളെ അവഹേളിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ വൈരാഗ്യബുദ്ധി വളർന്ന് വന്ന് അവിടെ വരെ എത്തി. അത് സ്വന്തം പതാകയെ വരെ പണയപ്പെടുത്തുന്ന, നിലപാടിനെ വരെ വിസ്മരിക്കുന്ന ഒന്നായി മാറി. ഇതിൽ കോൺഗ്രസും ലീഗും ഒരുപോലെ കുറ്റക്കാരാണ്. അവർക്കുള്ള ഏക ന്യായം ഇതാണ്: BJP പടക്കാൻ പാടില്ല. ഇത് കാണുന്നുണ്ട്. ലീഗിലെയും കോൺഗ്രസിലെയും അണികൾ ഇത് കാണുന്നുണ്ട്. അവർക്കിത് മനസ്സിലാകും. ഇത്തവണ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് കോൺഗ്രസ് അണികൾ ഈ നയവ്യതിയാനത്തിൻ്റെ പേരിൽ, നിലപാടിനെ പണയപ്പെടുത്തുന്ന തെറ്റായ നയത്തിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികൾ ഇത്തവണ LDFന് വോട്ട് ചെയ്യും. ആ വോട്ട് കൂടി ഇത്തവണ ഞങ്ങൾക്കായിരിക്കും. ഞാനൊരു 2-3 ആഴ്ച പഴക്കമുള്ള കാര്യം ഓർത്തു പോകുന്നു. അത്യുത്തര കേരളത്തിൽ ഒരു പഞ്ചായത്തുണ്ട്, പൈകവളെ. അവിടെ ഞാൻ പോയിരുന്നു. അവിടെ പഞ്ചായത്തിലെ ഒരു വോട്ടെടുപ്പിൽ UDFന് 3 വോട്ടുണ്ട്. 2 ലീഗും 1 കോൺഗ്രസും. LDFനെതിരായിട്ട് അവിടെ ഒരു അവിശ്വാസ പ്രമേയം വന്നു. UDFൻ്റെ 3 പേരും വോട്ട് ചെയ്താൽ ആ പ്രമേയം പാസ്സാകും, LDF തോൽക്കും. കോൺഗ്രസ് പറഞ്ഞു ലീഗിനോട് ഒന്നും പേടിക്കേണ്ട, ഞങ്ങൾ ഏറ്റു, ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ്, UDF നിങ്ങളെ സഹായിക്കും. അങ്ങനെ പ്രമേയം വന്നു. കോൺഗ്രസിൻ്റെ വോട്ട് BJPക്കൊപ്പം പോയി, 1 വോട്ട്. പക്ഷെ ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു ഞങ്ങൾക്ക് കൈ പൊങ്ങില്ല, BJPക്ക് വേണ്ടി പൊക്കാൻ ഞങ്ങളുടെ കൈ പൊങ്ങില്ല, അവർ വോട്ട് ചെയ്തില്ല. പൈകവളയിലെ പഞ്ചായത്തിലെ ലീഗിൻ്റെ സാധാരണക്കാരായ ആ പഞ്ചായത്ത് മെമ്പർമാർ കാണിച്ച രാഷ്ട്രീയ വിവേകം, രാഷ്ട്രീയ ഔന്നത്യം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ് കൊടി താഴെ വെക്കാൻ പറഞ്ഞാൽ അവർ കൊടി താഴെ വയ്ക്കും. നാളെ കോൺഗ്രസ് BJPയും പറയുകയാണ് നമ്മൾ ചാടിക്കയറി ഇത് ചെയ്യരുത്. എന്ത് ചെയ്യുമ്പോഴും ഓർക്കണം BJP ഇഷ്ടപ്പെടുമോ. എന്ത് ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും ഓർക്കണം BJPക്ക് ഇഷ്ടപ്പെടുമോ, BJPക്ക് നെറ്റ് ചൊളിയുമോ, BJPക്ക് കാലിളക്കമുണ്ടാകുമോ എന്ന് ഓർത്തിട്ടും ചിന്തിച്ചിട്ടുമല്ലാതെ യാതൊന്നും ചെയ്യാനാകാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. ആ കോൺഗ്രസിൻ്റെ കൂടെ ലീഗും പോകുന്നു. എത്ര കാലം ലീഗ് ഇതുപോലെ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ പോക്കിനെ പറ്റി അമർഷമുള്ള 100 കണക്കിന് മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഞങ്ങൾ കാണുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വമ്പിച്ച രാഷ്ട്രീയ മാറ്റം വളരെ വൈകാതെ UDFനും ഉണ്ടായേക്കാം. ഈ പോക്കിന് ചോദ്യം ചെയ്യുന്ന അണികൾ ഇത്തരം നേതാക്കന്മാരെയും അവരുടെ BJP അനുകൂല നയങ്ങളെയും ചോദ്യം ചെയ്യുന്ന കാലം വളരെ വേഗം വരും.